ജേണി ടു വിക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഏപ്രിൽ മാസം 2025 ഏപ്രിൽ മാസം 22-ാം തീയതി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. 2024 പൊതുഭരണത്തിലെ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ അവാർഡ് ലഭിച്ചത് പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ വനിതാ ശിശു വികസന മന്ത്രാലയം വികസിപ്പിച്ച പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനാണ് 2024 പൊതുഭരണത്തിലെ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ അവാർഡ് ലഭിച്ചത്. 23-ാം നിയമ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. 23-ാം നിയമ കമ്മീഷനിൽ 7 അംഗങ്ങളുണ്ട്. ചെയർപേഴ്സൺ, 4 മുഴുവൻ സമയ അംഗങ്ങൾ, 2 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ലോറസ് സ്പോർട്സ് അവാർഡ് 2025 സ്പോർട്സിലെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് സ്പോർട്സ് അവാർഡിൽ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മോണ്ടോ ഡ്യൂപ്ലൻറ്റിസ് ആണ്. ആരാണ്? മോണ്ടോ ഡ്യൂപ്ലൻറ്റിസ്. എന്നാൽ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ സിമോൺ ബൈൽസ്. ലോക ഭൗമദിനം ഏപ്രിൽ 22 ലോക ഭൗമദിനം. 1970 മുതലാണ് ഏപ്രിൽ 22 ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത്. 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ്. അവർ പവർ അവർ പ്ലാനറ്റ്, നമ്മുടെ ശക്തി, നമ്മുടെ സ്ത്രീകളെ AI പരിശീലിപ്പിക്കുന്നതിന് സ്ത്രീകൾക്കുള്ള AI കരിയർ ആരംഭിച്ചത് 6 സംസ്ഥാനങ്ങളിലായിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള AI കരിയർ ആരംഭിച്ചത് 6 സംസ്ഥാനങ്ങളിലെ 20,000 സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ടാണ്. 30 മികവ് കേന്ദ്രങ്ങളിലൂടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 30 മികവ് കേന്ദ്രങ്ങളിലൂടെ 6 സംസ്ഥാനങ്ങളിലെ 20,000 സ്ത്രീകളെ AI കരിയർ പരിശീലിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ വന്നത് മുംബൈയിലാണ്. എത്ര രൂപയിൽ കൂടുതൽ വിലയുള്ള ആഡംബര വസ്തുക്കൾക്കാണ് 1% TCS ഏർപ്പെടുത്തിയത്? 10 ലക്ഷം. 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള ആഡംബര വസ്തുക്കൾക്കാണ് 1% TCS ഏർപ്പെടുത്തിയത്. 2025 ഭീകരാക്രമണം നേരിട്ട കാശ്മീർ പ്രദേശം. 2025 ഭീകരാക്രമണം നേരിട്ട കാശ്മീർ പ്രദേശമാണ് പഹൽഗാം. 2025 ഏപ്രിൽ 22. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് TRB ശങ്കർ. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് TRB ശങ്കർ. റാബി എന്ന് നോക്കാം. 50 വർഷത്തെ ദീർഘകാല സേവനത്തിന് ശേഷം WEF അഥവാ വേൾഡ് എക്കണോമിക് ഫോറം WEFൻ്റെ ചെയർമാൻ സ്ഥാനമൊഴിയുന്ന 87കാരൻ. അപ്പോൾ എന്താണ് WEF? വേൾഡ് എക്കണോമിക് ഫോറം. അതിൻ്റെ ചെയർമാൻ സ്ഥാനമൊഴിയുന്ന വ്യക്തി ക്ലോസ് ഷ്വാബ്. അദ്ദേഹം 1971 WEF സ്ഥാപിതമാകുമ്പോൾ അതിൻ്റെ സ്ഥാപകനായിരുന്നു ഷ്വാബ് എന്ന് പറയുന്നത്. ഏകദേശം 50 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം അതിൻ്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചതിന് ശേഷം ഇപ്പോൾ സ്ഥാനമൊഴിയുന്നുണ്ട്. താൽക്കാലികമായിട്ട് ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് പീറ്റർ ബ്രാബെക് ലെറ്റ്മാത്തെ. 20 മുതൽ 50 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് കൈനറ്റിക് ഗ്രീനിൻ്റെ പിന്തുണയോടെ മഹാരാഷ്ട്ര ആരംഭിച്ച പദ്ധതി. 20 മുതൽ 50 വയസ്സുവരെ പ്രായം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സഹായിക്കുന്നത് കൈനറ്റിക് ഗ്രീനാണ്. സ്റ്റേറ്റ് മഹാരാഷ്ട്ര. എന്താണ് പദ്ധതിയുടെ പേര്? പിങ്ക് ഇ റിക്ഷ ഇനിഷ്യേറ്റീവ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഗ്രാമം അമരാവതിയാണ്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും മരവിപ്പിച്ച കരാറുകൾ. 2 കരാറുകൾ സിന്ധു നദീജല കരാറും ഷിംല കരാറുമാണ്. 1972 ജൂലൈ 2 സിന്ധു കരാർ വരുന്നത്. അപ്പോൾ 72
ജൂലൈ 2. ജൂലൈ എന്ന് പറഞ്ഞാൽ 7ാം മാസമാണ്. അപ്പോൾ 72 നമുക്കത് വായിക്കാം. ആരൊക്കെയാണ് സൈൻ ചെയ്തത്? നെഹ്റുവും അയൂബ് ഖാനുമാണ്. ഇന്ത്യക്ക് വേണ്ടി നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി അയൂബ് ഖാനുമാണ് കരാർ ഒപ്പിട്ടത്. മറ്റൊന്ന് ഷിംല കരാർ. 1960 സെപ്റ്റംബർ 19 കരാർ ഒപ്പിടുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാന് വേണ്ടി സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പിട്ടു. സൈബർ സുരക്ഷ, കുറ്റമറ്റ ഡിജിറ്റൽ ബാങ്കിംഗ് എന്നിവയ്ക്കായി RBI നിർദ്ദേശിച്ച പുതിയ വെബ് ഡൊമൈൻ. അപ്പോൾ സൈബർ സുരക്ഷയ്ക്കും കുറ്റമറ്റ ഡിജിറ്റൽ ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് RBI പുതിയൊരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ് ഡൊമൈൻ എന്താണ്? .bank.in എന്നുള്ളതാണ്. .bank.in. ലോക പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ 23 ലോക പുസ്തക പകർപ്പവകാശ ദിനം. 1995 മുതലാണ് യുനെസ്കോ ലോക പുസ്തക ദിനമായിട്ട് ഏപ്രിൽ 23 ആചരിച്ചു വരുന്നത്. ഇന്ത്യയിലെ 107ാം ദേശീയോദ്യാനം. ഇന്ത്യയിലെ 107ാമത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് സിമിലിപ്പാലാണ്. ഒഡീഷയിലെ സിമിലിപ്പാൽ. ഒഡീഷയിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ് സിമിലിപ്പാൽ. ലോക മലേറിയ ദിനം ഏപ്രിൽ 25 ലോക മലേറിയ ദിനം. 2025 പ്രമേയം ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ. ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ. 2025 ഏപ്രിലിൽ വ്യോമസേന നടത്തിയ അഭ്യാസ പ്രകടനം. 2025 ഏപ്രിലിൽ വ്യോമസേന നടത്തിയ അഭ്യാസ പ്രകടനമാണ് ആക്രമൺ. ഈ ആക്രമണിൽ ഉപയോഗിച്ച പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയാണ്? റാഫേൽ, Su-30 MKI. ഏതൊക്കെയാണ്? റാഫേൽ, Su-30 MKI. 2024 ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് കുമാർ മംഗളം ബിർളയ്ക്ക് ലഭിച്ചു. കുമാർ മംഗളം ബിർളയ്ക്കാണ് 2024 ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് ലഭിച്ചത്. ഇദ്ദേഹം പത്മശ്രീ ജേതാവാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ നിപുൺ അഗർവാളാണ്. നിപുൺ അഗർവാൾ. മുൻ ചെയർമാൻ കാമ്പൽ വിൽസനാണ്. കാമ്പൽ വിൽസൺ. 2025 ഏപ്രിലിൽ അന്തരിച്ച മുൻ ISRO ചെയർമാൻ കസ്തൂരി രംഗൻ. 1994 മുതൽ 2003 വരെയാണ് അദ്ദേഹം ISROയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചത്. അദ്ദേഹം 2025 ഏപ്രിലിൽ അന്തരിച്ചു. ഇന്ത്യയിലെ പ്രഥമ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1, 2 എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് കസ്തൂരി രംഗനാണ്. യുറേനിയം, പ്ലൂട്ടോ പോലുള്ള ഫിസൈൽ വസ്തുക്കളില്ലാതെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ചൈനയാണ്. എന്താണ് പ്രത്യേകത? യുറേനിയം, പ്ലൂട്ടോ പോലുള്ള ഫിസൈൽ വസ്തുക്കളില്ലാതെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചു ചൈന. 5 വർഷങ്ങൾക്കു ശേഷം പുനരാരംഭിക്കാൻ പോകുന്ന തീർത്ഥാടന യാത്ര. അപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിക്കാൻ പോകുന്ന തീർത്ഥാടന യാത്രയാണ് കൈലാസ് മാനസ സരോവർ യാത്ര. കൈലാസ് മാനസ സരോവർ യാത്ര 5 വർഷത്തിന് ശേഷം വീണ്ടും പുനർക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2 വഴികളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് 2 ചുരങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഒന്ന് ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴിയും സിക്കിമിലെ നാഥുല ചുരം വഴിയുമാണ് കൈലാസ് മാനസരോവർ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ചരിത്ര രചനയിലൂടെ ശ്രദ്ധേയനായ വ്യക്തി. ഇന്ത്യയുടെ ചരിത്ര രചനയിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് മുട്ടയിൽ ഗോവിന്ദ ശങ്കര നാരായണൻ. മുട്ടയിൽ ഗോവിന്ദ ശങ്കര നാരായണൻ. ഹീമോഫീലിയയ്ക്കുള്ള ആദ്യ ഹ്യൂമൻ ജീൻ തെറാപ്പി പരീക്ഷിച്ചത് ഇന്ത്യയാണ്. എന്താണ്? ഹീമോഫീലിയ രോഗത്തിനുള്ള ആദ്യത്തെ ഹ്യൂമൻ ജീൻ തെറാപ്പി പരീക്ഷിച്ചത് ഇന്ത്യയാണ്. 2026-2027 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. എന്താണ്? 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. ഭിന്നശേഷിക്കാർക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരം നൽകുന്നതിനുള്ള സംരംഭം. ഭിന്നശേഷിക്കാർക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരം നൽകുന്നതിനുള്ള സംരംഭമാണ് ഏബിൾ പോയിൻ്റ്. എന്ത്? ഏബിൾ പോയിൻ്റ്. സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാൻ.
ചെയർപേഴ്സണായിട്ട് സ്ഥാനമേറ്റത്. എന്തിനാണ്? സ്പൈസസ് ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ട് സ്ഥാനമേറ്റത് സംഗീത വിശ്വനാഥനാണ്. സ്പൈസസ് സംഗീത വിശ്വനാഥൻ. 2025 ഏപ്രിൽ 25 അന്തരിച്ച സിനിമാ സംവിധായകൻ. 2025 ഏപ്രിൽ 25 അന്തരിച്ച മലയാള സിനിമാ സംവിധായകനാണ് ഷാജി എൻ കരുൺ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനായിരുന്നു ഷാജി എൻ കരുൺ. ഇദ്ദേഹത്തിന് 2011 പത്മശ്രീയും 2023 JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2011 പത്മശ്രീയും 2023 JC ഡാനിയൽ പുരസ്കാരവും ഷാജി എൻ കരുണിന് ലഭിച്ചു. ഇന്ത്യയിലെ ആദ്യ ജൈവ വൈവിധ്യ സർവകലാശാല സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജൈവ വൈവിധ്യ സർവകലാശാല സ്ഥാപിക്കുന്നത് കേരളത്തിലാണ്. അടുത്തിടെ ജങ്ക് ഫുഡ് വിൽപ്പന സ്കൂളുകളിൽ നിരോധിച്ച രാജ്യം. അടുത്തിടെ ജങ്ക് ഫുഡ് വിൽപ്പന സ്കൂളുകളിൽ നിരോധിച്ച രാജ്യമാണ് മെക്സിക്കോ. 2025 ഭാരത് ഉച്ചകോടിയുടെ ആതിഥേയ സംസ്ഥാനം. 2025 ഭാരത് ഉച്ചകോടിയുടെ ആതിഥേയ സംസ്ഥാനം തെലങ്കാനയാണ്. ഭിന്നശേഷിക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യമൊരുക്കുന്നതിന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ നടപ്പാക്കിയ പദ്ധതി. ആർക്ക് വേണ്ടിയാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ്. അവർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം നൽകുക. പദ്ധതി നടപ്പിലാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷനാണ്. പേര് സുഗമ്യ പദ്ധതി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെൻറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമായിട്ട് വൈഭവ് സൂര്യവംശി മാറി. അദ്ദേഹത്തിൻ്റെ നേട്ടം എന്താണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെൻറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ദ്രൗപദി മുർമു ആണ്. രണ്ടാം ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2025 വേദി. ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൻ്റെ രണ്ടാം പതിപ്പ് 2025 നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ചന്ദ്രഗിരി പുഴയിൽ അടുത്തിടെ കണ്ടെത്തിയ മത്സ്യമാണ് ലാബിയോ ഉറു ചന്ദ്രഗിരി പുഴയിലും. ഇനി ചാലക്കുടി പുഴയിൽ ലാബിയോ ചെകിട എന്ന മത്സ്യം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തി. ചെകിട, ചന്ദ്രഗിരി പുഴ, ലാബിയോ ഉറു. ISROയ്ക്ക് വേണ്ടി മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പിട്ടത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ISROയ്ക്ക് വേണ്ടി ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യ പരിശോധന, അവർക്ക് ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ വികസിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പിട്ടത്. ആർമി ഹോസ്പിറ്റലിൽ അവതരിപ്പിച്ച 3D മൈക്രോസ്കോപ്പ്. അവതരിപ്പിച്ച 3D മൈക്രോസ്കോപ്പാണ് അഡ്വാൻസ്ഡ് മിനിമലി ഇൻവേഴ്സീവ്. ഇത് ഉപയോഗിക്കുന്നത് ഗ്ലോക്കോമ സർജറിക്ക് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളുടെ സമാഹാരം. 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ എഴുതിയ ഡയറി കുറിപ്പുകളിൽ നിന്ന് നിർമ്മിച്ച സമാഹാരത്തിൻ്റെ പേരാണ് കുരുന്നെഴുത്തുകൾ. പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്.